ഉപരാഷ്ട്രപതി രാജിവെച്ച ഒഴിവിലേക്കുള്ള ഉപരാഷ്ട്രപതിയുടെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. സെപ്റ്റംബർ 9 മറ്റുമാണ് അതിൻ്റെ നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ അസംബ്ലിയിലുള്ള MLA-മാരൊക്കെയാണ്. എന്നാൽ അതിനൊരു പ്രൊസീജിയറുണ്ട്. അത് നടപടിക്രമങ്ങൾ ആരംഭിക്കണം. അതിനിടയിലാണ് ആഗസ്റ്റ് മാസത്തിൽ 9-ാം തീയതിയോ 10-ാം തീയതിയോ ദേശീയ സമിതി വെച്ചിട്ടുണ്ട്. അത് എൻ ഡി എയുടെ ദേശീയ സമിതി, നാഷണൽ ഡെമോക്രാറ്റ് അലയൻസ്, അതായത് BJP നയിക്കുന്ന NDAയുടെ. അതിനകത്ത് ബീഹാറിലെ നിതീഷ് കുമാർ, ഒത്തിരി AIDMK തുടങ്ങി ഒത്തിരി കേരളത്തിലെ BDGS ഉൾപ്പെടെയുള്ള ഒരുപാട് സംഘങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെയാണ് NDAയിലെ BDGS ഉള്ളത്. പക്ഷേ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ മറ്റൊരുപാട് സ്റ്റേറ്റിലുള്ള ചെറിയ പാർട്ടികൾ, ഒത്തിരി പാർട്ടികളുള്ളൊരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് NDA. അതിൻ്റെ യോഗം വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് രണ്ട് ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, BJPയിൽ നിന്നാലും RSS സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സജീവ ചർച്ച. മുതിർന്നൊരു BJP-കാരനെ വെച്ചാൽ മതി, കാരണം ഇപ്പം അല്ലാത്ത ആളുകളെയൊക്കെ വച്ചാൽ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റിന് ചെയ്ത പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കൺഫ്യൂഷനിലേക്ക് പോകുമോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് മുതിർന്ന BJP നേതാവിനെ മാത്രം വച്ചാൽ മതി എന്നുള്ളതാണ് BJP ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. അത് തന്നെയാണ് സംഘപരിവാറിൻ്റെയും RSSൻ്റെയും അഭിപ്രായം. അതേസമയം ഒരു ഘടകകക്ഷി നേതാവിൽപ്പെട്ട ഒരാളെ, പൊതുസമ്മതനായ ഒരാളിനെ വെക്കണം എന്നുള്ള ചർച്ചയും വരുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കേൾക്കാനില്ല. പക്ഷേ അദ്ദേഹം BJPയുടെ തന്നെ നേതാവാണ്, സീനിയർ നേതാവാണ്, സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു കേരളത്തിൻ്റെ. അതുകൊണ്ട് അത് സീനിയർ നേതാവാണ്. മുരളീധരൻ, അദ്ദേഹം യുവമോർച്ചയിലും വിദ്യാർത്ഥി പരിഷത്തിലും ABVPയിലും അതുപോലെ തന്നെ പാർട്ടിയിലും ഒക്കെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ മുരളീധരനും ഉണ്ട്. പക്ഷേ എന്നാലും പിന്നെ അതുപോലെ തന്നെ വേറെ പേരുകളും, ശശി തരൂരിൻ്റെ പേര് ആദ്യഘട്ടത്തിൽ വല്ലാത്ത രീതിയിൽ ഉയർന്നു വന്നെങ്കിലും ശശി തരൂരിന് ഒരു സാധ്യതയും ഉള്ളതായിട്ട് ഇപ്പോൾ കേൾക്കുന്നില്ല. തീർച്ചയായിട്ടും ശശി തരൂർ വൈസ് പ്രസിഡന്റ് ആവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. പിന്നെ അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും നാഷണൽ ലെവലിലുള്ള ഒരുപാട് പേരുകൾ, നിർമ്മല സീതാരാമൻ മുതൽ വാനില ശ്രീനിവാസൻ വരെ ഉള്ള എല്ലാവരും, ഒരുപാട് പേരുകൾ, പിന്നെ പുരന്തരിയെ കുറിച്ചുള്ള പേര് ആന്ധ്രയിൽ നിന്ന്, അങ്ങനെ BJPയുടെ ഏറ്റവും സീനിയറായിട്ടുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകളോ ഇപ്പം മന്ത്രിമാരായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെയുള്ള ആരെയെങ്കിലും വൈസ് പ്രസിഡന്റ് ആക്കണം എന്നുള്ളതാണ്. എന്തായാലും ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ 2 ആഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആര് എന്നറിയാൻ നമുക്ക് കൗതുകമുണ്ട്. അത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വരുന്ന ചോദ്യമാണ്. ആരാണ് പുതിയ ഉപരാഷ്ട്രപതി? എന്തായാലും ആ വാർത്ത വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കിട്ടുന്ന ന്യൂസുകളും വിവരങ്ങളും അനുസരിച്ച് BJPയുടെ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നേതാവ്, മിക്കവാറും അത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള തന്നെ, ഇപ്പോൾ നിർമ്മല സീതാരാമനാണെങ്കിലും ഡൽഹിക്കാരിയായിട്ടാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്, തമിഴ്നാട്ടിലാണ് ജനിച്ചതെങ്കിലും അങ്ങനെയുള്ള ആളുകളെയൊക്കെ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് കിഞ്ചന വർത്തമാനം.